നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. പ്രതീക്ഷയുടെ നക്ഷത്ര വെളിച്ചങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാകാം. ഏത് കൂരിരുട്ടിലും ആ നക്ഷത്ര വെളിച്ചം പ്രത്യക്ഷപ്പെടുന്ന പ്രതീക്ഷയാണ് ഓരോ ക്രിസ്തുമസും പറഞ്ഞു വയ്ക്കുന്നത്. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. സ്ഥലമാറ്റം കിട്ടിയാണ് പാസ്റ്റർ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ശോചനീയാവസ്ഥയിൽ ചോർന്നൊലിക്കുന്ന പള്ളി പുതുക്കി പണിത് വരുന്ന ഡിസംബറിലെ പാതിരാ കുർബാന നടത്തിക്കൊണ്ട് പള്ളി വീണ്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. അതായിരുന്നു പാസ്റ്ററിന്റെ ആഗ്രഹം. അദ്ദേഹം ഇടവക അംഗങ്ങളെ സംഘടിപ്പിച്ച് പള്ളി പുതുക്കി പണിയാൻ തുടങ്ങി. പള്ളിയുടെ മച്ചൊക്കെ പൊളിച്ചു പണിത് ഭിത്തിയെല്ലാം പ്ലാസ്റ്റർ ഇട്ട് പെയിന്റ് അടിച്ച് വിചാരിച്ചതിലും നേരത്തെ ഡിസംബർ 18 പള്ളിയുടെ പണികളെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം അപ്രതീക്ഷിതമായി ഉണ്ടായ കൊടുങ്കാറ്റിലും പേമാരിയിലും പള്ളിയുടെ ഭിത്തിയിലെ പ്ലാസ്റ്റർ എല്ലാം അടർന്നു വീണു. തുടർന്ന് പണിയാനുള്ള സമയവുമില്ല. ഇനി എന്തു ചെയ്യും എന്ന ചിന്തയിൽ പോകുമ്പോഴാണ് അടുത്തുള്ള ഗ്രാമചന്തയിൽ മനോഹരമായ ഒരു ടേബിൾ ക്ലോത്ത് വിൽക്കുവാൻ വെച്ചിരിക്കുന്നത് കണ്ടത്. അതിന്റെ നടുക്ക് കുരിശിന്റെ ആകൃതിയിൽ ഒരു ഡിസൈനുമുണ്ട്. തൽക്കാലം പള്ളിയിലെ ഭിത്തിയിലെ കേടുപാട് മറയ്ക്കാൻ ഈ ടേബിൾ ക്ലോത്ത് മതിയാകുമെന്ന് തീരുമാനിച്ച് അദ്ദേഹം അത് വാങ്ങി. തിരികെ പള്ളിയിലേക്ക് പോകും വഴി പള്ളിക്കടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വൃദ്ധയായ സ്ത്രീ തനിക്ക് പോകാനുള്ള ബസ് പോയ സങ്കടത്തിൽ നിൽക്കുന്നത് പാസ്റ്റർ കണ്ടു. ഈ തണുപ്പത്ത് ഇവിടെ നിൽക്കാതെ അടുത്ത ബസ് വരും വരെ പള്ളിയിൽ കയറിയിരിക്കാൻ പാസ്റ്റർ പറഞ്ഞു. പള്ളിയിലെത്തിയ പാസ്റ്റർ ടേബിൾ ക്ലോത്ത് ഭിത്തിയിൽ ഉറപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. ഈ ടേബിൾ ക്ലോത്ത് കണ്ട് ആ വൃദ്ധ അത്ഭുതത്തോടെ ചോദിച്ചു, പാസ്റ്റർ, ഇത് അങ്ങേക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതിന്റെ അറ്റത്ത് EVG എന്ന് എഴുതിയിട്ടുണ്ടോ? അതൊന്ന് നോക്കാമോ? പാസ്റ്റർ നോക്കി. ശരിയാണ്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇത് ഞാൻ 35 വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ ഇരിക്കുമ്പോൾ തുന്നിയ ടേബിൾ ക്ലോത്ത് ആണ്. ഒരു യുദ്ധത്തെ തുടർന്ന് നാസി പട്ടാളം എൻ്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അന്നു മുതൽ ഞാൻ എൻ്റെ ഭർത്താവിനെ അന്വേഷിക്കുകയാണ്. ഇതുവരെ കണ്ടെത്താനായില്ല. അവർ സങ്കടത്തോടെ തൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ ടേബിൾ ക്ലോത്ത് തിരിച്ചു വേണോ? പാസ്റ്റർ ചോദിച്ചു. ഏയ്, അത് ഈ പള്ളിയിൽ കിടക്കുന്നതാണ് എൻ്റെ സന്തോഷം, അവർ പറഞ്ഞു. പാസ്റ്റർ അവരെ തൻ്റെ വണ്ടിയിൽ അടുത്തുള്ള വീട്ടിലെത്തിക്കുകയും ചെയ്തു. ഏറ്റവും ഗംഭീരമായി നടന്ന ക്രിസ്തുമസ് കുർബാനയ്ക്ക് ശേഷം പാസ്റ്ററെ കാണാൻ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ, അങ്ങേക്ക് ഈ ടേബിൾ ക്ലോത്ത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതെൻ്റെ ഭാര്യ ചെയ്ത ടേബിൾ ക്ലോത്ത് ആണ്. നാസി പട്ടാളത്തിന്റെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടതിന് ശേഷം അവളെ തിരയാത്ത നാടുകളില്ല. പാസ്റ്റർ അയാളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അയാളെ തൻ്റെ വണ്ടിയിൽ കയറ്റി ആ വൃദ്ധയുടെ വീട്ടിലെത്തിച്ചു. അന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ക്രിസ്തുമസ് രാത്രിക്ക് പാസ്റ്റർ സാക്ഷിയായി. പ്രതീക്ഷയുടെ നക്ഷത്ര വെളിച്ചങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാകാം. അത് ഏത് കൂരിരുട്ടിലും ആ നക്ഷത്ര വെളിച്ചം പ്രത്യക്ഷപ്പെടുമെന്ന പ്രതീക്ഷയാണ് ഓരോ ക്രിസ്തുമസും പറഞ്ഞു വെക്കുന്നത്. ആ നക്ഷത്ര വെളിച്ചത്തിനായി നമുക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.